ഹലോ കൂട്ടുകാരെ, നമസ്കാരം. പുതുതായിട്ട് വീട് വെക്കുന്നവരുടെ എല്ലാവരുടെയും ഒരു സംശയമാണ് ഈ പെരപണിയുടെ ഏത് സ്റ്റേജിലാണ് ഒരു ഇൻറ്റീരിയറെ കോൺടാക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ആ ഒരു സംശയം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾ പെരപണിയുടെ പ്ലാസ്റ്ററിങ് നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ഇൻറ്റീരിയറെ കോൺടാക്റ്റ് ചെയ്യണം. അതായത് വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്നത് ആരാണോ അവരെ നിങ്ങൾ പെരപണിയുടെ പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതുപോലെ ഇലക്ട്രിക് പോയിന്റുകളും കാര്യങ്ങളും എല്ലാം അവരെ കൊണ്ട് മാർക്ക് ചെയ്യിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് രണ്ടാമതുള്ള ഒരു റീവർക്കിങ്ങും അതിൻ്റെ ഒരു എക്സ്ട്രാ കോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പണി എത്രയും വേഗം തീർക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലിപ്പം നമ്മൾ അടുത്തതായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ പോകുന്ന വീടാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ അളവിനനുസരിച്ചാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റുകളും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ താഴെ കബോർഡിന് താഴെ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് താഴെ നമ്മൾ ഇലക്ട്രിക് സ്റ്റൗവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ 3-പിൻ സോക്കറ്റുകൾ അതിൻ്റെ അളവുകളും നമ്മൾ മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമതൊരു റീവർക്കും കാര്യങ്ങളും ഇല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മിക്ക വീടുകളും കണ്ടിട്ടുണ്ട്, ഓൾറെഡി വയറിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞ് നേരത്ത് രണ്ടാമത് പ്ലഗ് ചെയ്യുന്ന സമയത്ത്, അതായത് സ്ക്രൂ ഭിത്തിയിലോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രിക്കൽ വയറുകൾക്കും അതിൻ്റെ കേബിളുകൾക്കും ഒക്കെ കേടുപാട് സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഉള്ളൊരു സൊല്യൂഷൻ കൂടെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ തട്ടിൽ നിന്നും അളവെടുക്കുന്ന ഇത് കണ്ടത് ഇതുപോലെ ടേപ്പ് പിടിച്ചുകൊണ്ട് നമ്മുടെ വയറിങ് ഇലക്ട്രിക് വയറുകൾ പോയിരിക്കുന്ന ഇല്ല ആ പൈപ്പുകൾ പോയിരിക്കുന്ന അവിടം വരെ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് ഏകദേശം ഫോണിൽ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചാലും മതി. അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളും കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഇലക്ട്രിക് വയറുകളും കാര്യങ്ങളൊക്കെ ഇതുവഴിയൊക്കെയാണ് പോയിരിക്കുന്നതിൻ്റെ സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ രണ്ടാമത് നമ്മൾ സ്ക്രൂ ചെയ്യുന്ന സമയത്തും ഭിത്തിയിൽ എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്യുന്ന സമയത്തും യാതൊരുവിധ കംപ്ലയിൻറ്റുകളും ഉണ്ടാകത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരിലേക്കും കൂടെ എത്തിക്കുക. ഓക്കെ.